നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ബ്ലോക്കിനെതിരെയും പേരാമ്പ്ര പഞ്ചായത്തിനെതിരെയും ദുഷ്പ്രചരണം LDF നടത്തുന്നതിൽ പ്രതിഷേധിച്ച് പേരാമ്പ്രയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. UDF നേതൃത്വത്തിൽ നടന്ന പരിപാടി MLA അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ K ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള ഓഫീസിലെയും അനധികൃതമായി നിയമിച്ച മുഴുവൻ താൽക്കാലിക ജീവനക്കാരെയും പിരിച്ചുവിട്ട ശേഷം മാനദണ്ഡങ്ങൾ പാലിച്ച് പുതിയ നിയമനങ്ങൾ നടത്താൻ ചില പഞ്ചായത്തുകൾ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെതിരെ സമരവുമായി വന്നാൽ ശക്തമായ നിയമ നടപടിയിലൂടെ അതിനെ നേരിടുമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ MLA പറഞ്ഞു. പേരാമ്പ്ര ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതികൾക്കെതിരെ CPM നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ പേരാമ്പ്രയിൽ നടന്ന UDF പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്തിലെ നഗരപാലിക ബില്ലില്ലേ വായിക്കുന്ന കമ്മ്യൂണിസ്റ്ററിയില്ല. ആർക്ക് അധികാരം? താൽക്കാലിക നിയമനം നടത്താനുള്ള അധികാരം പ്രതിപക്ഷത്തിനാണോ? നിങ്ങളെന്ത് കരുതി ഞങ്ങളിതൊക്കെ പേടിച്ച് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും പെട്ടിയൊക്കെ മടക്കി വെച്ച് ഈ നിയമനം നിങ്ങളെ ചർച്ച ചെയ്ത് ചെയ്യുന്നതാണ് വിചാരിച്ചെങ്കിൽ നിങ്ങൾ വിട്ടികളുടെ സ്വർഗത്തിലാണ്. നിങ്ങളെ മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ ഈ നടപടികളെ മുന്നോട്ട് പോകും. എന്നിട്ട് സമരം നടത്തുക, ഉദ്ഘാടനം നടത്തുക, എന്താ പറയുക, സ്വജനപക്ഷപാതം, അഴിമതിൻ്റെ കഥ ഞാൻ പറയണോ? ഇവിടുന്ന് പറയണോ അഴിമതിൻ്റെ കഥ? ഇന്നലെ കണ്ടില്ലേ കോഴിക്കോട് റെയ്ഡ്? നമ്മൾ 10 വർഷമല്ലാണ് ഭൂരിപക്ഷത്തിൽ. 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഭരിച്ചിട്ട് നമ്മൾ ഒരു കോൺഗ്രസ് നേതാവിന്റെയോ ലീഗ് നേതാവിന്റെയോ വീട്ടിൽ ഒരേജൻസും വട്ടമിട്ട് പറഞ്ഞിട്ടില്ല. ഇവർ ചിന്താമത വിളിച്ചാണല്ലേ നടക്കുന്നത്. ഈ നാട് എത്രത്തോളം ഭരിച്ച് കുട്ടിച്ചോരാക്കിയെന്ന് കാണിച്ചു കൊടുത്തവർ നീതിപൂർവമായ പരിപാടി അവർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടയാൻ കഴിയണം. പോലീസും കമ്മ്യൂണിസ്റ്റുകാരും ഒരുമിച്ച് ഗുണ്ടകളായപ്പോൾ ആ വേട്ടയാടിൽ ഇരയായ ആളുകളാണ് ഈ ഇരിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ. ആ ഇരയാക്കാൻ കൂട്ടുന്ന ചില ആളുകളൊക്കെ ഇപ്പോഴും ലോക്കൽ പോലീസിന്റെ കുപ്പായിട്ട് നടക്കുന്നുണ്ട്. പേടിക്കണ്ട, അധികമായി സദനുമില്ല. അവർ ഈ കാര്യത്തിലും CPM-നോടൊപ്പം കൂടിയെന്ന കാര്യം ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഭരണകക്ഷി MLA പോലീസിനെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന പേര് ദോഷം കേൾക്കാൻ വയ്യ. പക്ഷെ പോലീസിനെ അല്ല, പോലീസിന്റെ അകത്തിരുന്ന് ഇപ്പോഴും ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ കാലത്തെ പണി ആവർത്തിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പറയുന്നു മോനെ, തൊപ്പി കാണില്ല എന്ന് മാത്രമല്ല പിടിച്ച് ജയിലിടുകയും ചെയ്യും. തോൽവസ കളിച്ചാൽ. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഒരുപാട് നേരമായി. ഈ അതിക്രമത്തിനെതിരെ, ഈ അനീതിക്കെതിരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്കെതിരെ നടത്തുന്ന കിരാതമായ പോരാട്ടത്തിനെതിരെയാണ് പേരാമ്പ്ര UDF പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഞാൻ നേരം വൈകിട്ടും കോഴിക്കോട്ട് ഇവിടെ ഓടിയെത്തിയത് ഒറ്റ കാര്യത്തിൽ ഉറപ്പു തരാനാണ്. ഈ പോരാട്ടത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ജില്ലയിലെ UDF നിങ്ങളോടൊപ്പമുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട്. കഴിഞ്ഞ 10 വർഷമായി അനധികൃത നിയമനങ്ങളുടെ തന്നെ ഘോഷയാത്ര നടത്തുകയും PSC നിയമനങ്ങളിൽ വരെ കൃത്രിമം നടത്തുകയും ചെയ്തവർ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ ജനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുമെന്നും പ്രവീൺ കുമാർ പറഞ്ഞു. UDF ചെയർമാൻ KP റസാഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPA അസീസ്, സത്യൻ കടിയങ്ങാട്, രാജൻ മരുതേരി, K മധുകൃഷ്ണൻ, മിനി വട്ടക്കണ്ടി, ലതിക വിനോദ്, സുനിൽകുമാർ, PSC ഷാഹി, KC രവീന്ദ്രൻ, എടത്തുംകര ഇബ്രാഹിം, RK രജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.